ഹലോ, അസ്സാം വലൈക്കും. നമസ്കാരം. കൂട്ടുകാരെ സ്വലാഹാണ്. നമ്മൾ പൊതുവെ നാട്ടിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിന് വാങ്ങി. ചില സ്ഥാപന ഉടമകൾക്ക്, ചില മാനേജർമാർക്കൊക്കെ ഗൾഫിൽ കിട്ടുന്നൊരു പണിയാണ്. പല ആളുകളും ഒരുപാട് ജോലി അന്വേഷിച്ച് അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വന്ന് സ്വന്തം നാട്ടുകാരോ അല്ലെങ്കിൽ പരിചയക്കാരോ ആയ ആൾക്കാരോട് ഒരുപാട് പ്രയാസങ്ങൾ പറയുമ്പോൾ അവരവരെ റിസ്കിൽ ചില ജോലി ശരിയാക്കി കൊടുക്കും. ചിലപ്പോൾ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വല്ല വേക്കൻസി വന്നാൽ അവിടെ ജോലി ശരിയാക്കി കൊടുക്കും. അതല്ലെങ്കിൽ അവരുടെ കെയർ ഓഫിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ശരിയാക്കി കൊടുക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജോലി ഇഷ്ടമില്ലാതെ ഏറ്റെടുക്കുന്നതായിരിക്കും. ഈ ജോലിക്ക് വന്ന ആൾ തീരെ ഇഷ്ടമില്ലാണ്ടായിരിക്കും ജോലിക്ക്, മറ്റൊരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ ഇവിടെ ജോലി കയറുന്നത്. ജോലിക്ക് കയറി വിസന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. ഈ ജോലി ചെയ്യുന്നതിനിടയിൽ ഈ ജോലിക്ക് കയറിയ ആൾ മറ്റൊരു ജോലി നോക്കും. അങ്ങനെ ഒരു 6 മാസം 7 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിന് താഴെയൊക്കെയുള്ള സമയത്ത് വേറെ ജോലി കിട്ടിയാൽ യാതൊരു മനസാക്ഷി കുത്തും ഇല്ലാതെ ഇവരോട് ക്യാൻസൽ ചെയ്യാൻ പറയാം. എന്നിട്ട് ഇത്രയും കാശ് ചിലവാക്കി വിസ അടിച്ചൊക്കെ ഇല്ലാതാക്കിയിട്ട് ഇറങ്ങിപ്പോവാം എന്നുള്ളൊരു ഇത് കാണിക്കുക എന്നുള്ളത് വളരെ മോശമുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് മറ്റൊരു ജോലിയും ഇല്ലാത്ത സമയത്ത് നിങ്ങളെ സഹായിച്ചവരെ 2 വർഷം നിങ്ങൾ സേവിക്കുക എന്നുള്ളത് ഒരു അത് നിയമപരമായിട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ മാനുഷികപരമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടാൽ ഒരുപാട് ചിലവുണ്ട്. ഗൾഫിൽ ഒരു പേപ്പർ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ അതിന് ഫൈനാവും, അതല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ സ്ഥാപനത്തിൻ്റെ ഉടമകൾക്കെല്ലാം വലിയ പ്രയാസമാണ്. അതിന് ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു PRO എന്ന് ഉണ്ടാവില്ല, ഏതെങ്കിലും ടൈപ്പ് സെൻ്ററിനെ ഏൽപ്പിച്ചായിരിക്കും. ഒരു ദിവസം അങ്ങോട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഫൈനാവും. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഓരോ മുതലാളി എന്ന് പറഞ്ഞുകൂടെ അവർക്ക് ചിലപ്പോൾ ഈ ജോലിക്കാരനെ കിട്ടുന്ന സാലറി വരെ കിട്ടാത്ത എത്രയോ മുതലാളിമാരെ നമുക്കറിയാം. പല സ്ഥാപനങ്ങൾക്കും ഒരു കറക്റ്റ് എമൗണ്ട് എടുക്കാൻ പറ്റാത്ത ഗൾഫിലുള്ള സ്ഥാപന ഉടമകൾ എനിക്കറിയാം. അവരെങ്ങനെയെങ്കിലും തലകുത്തി മറിഞ്ഞിട്ട് ആ റെൻറ്റും ശമ്പളവും ഒക്കെ അവർ കവർ ചെയ്യും. പക്ഷെ സ്വന്തമായിട്ട് എന്തെങ്കിലും എടുത്ത് മാറ്റി വെക്കാൻ സാധിക്കാത്ത എത്രയോ സ്ഥാപന ഉടമകളെ നമുക്ക് നേരിട്ട് പരിചയമുണ്ട്. അവർ ഈ റോളിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും നാട്ടിലേക്ക് അയക്കും. ഒരുപാട് പ്രയാസപ്പെടുന്ന ആൾക്കാർ, അത് അങ്ങനെ വിവരിക്കാൻ പറ്റില്ല പലതും. അപ്പം ചില ആൾക്കാർ വേറെ ഒരു മാർഗ്ഗമില്ലാത്ത സമയത്ത് ഇഷ്ടമില്ലാതെ ജോലി കയറും. എന്നിട്ട് 2, 3, 4 മാസം കഴിയുമ്പം അവൻ വേറെ ഒരു ജോലി ശരിയാക്കിയിട്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. ഇത് പറയാൻ കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇടയിൽ വിളിച്ചേരം പറഞ്ഞു, അവൻ മാനേജറായി ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ കാലും കൈയും പിടിച്ചിട്ട് അവിടെ കയറ്റുന്നു. ഒരു 8 മാസം കഴിഞ്ഞപാട് എനിക്ക് വേറെ ജോലിയായി, ക്യാൻസലാക്കി തരണം, അല്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരം ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന സമയത്ത് സഹായിച്ച സ്ഥാപനത്തിന് അങ്ങനെ ഒരു മനസാക്ഷി കൊത്തുമില്ലാതെ ഒഴിവാക്കിയിട്ട് പോകുമ്പം ആ സ്ഥാപനത്തിന് ഒരുപാട് ബാധ്യത വരികയാണ്. 7000 ദിർഹംസിൻ്റെ മുകളിൽ ഒരു പുതിയ വിസ ചേഞ്ച് സ്റ്റാറ്റസിൽ അടിക്കുന്ന സമയത്ത് വരും. 7000-ഓളം ദിർഹംസ് വരും. ഇത്രയും കാശ് ചിലവാക്കിയിട്ട് നിങ്ങളുടെ 2 വർഷത്തെ സേവനം കിട്ടും എന്ന ഒരു ധാരണയിലാണ് വിസയ്ക്ക് സ്റ്റാമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാശ് കമ്പനിക്ക് നഷ്ടമാണ്. ഒരു തരത്തിൽ അത് തിരിച്ചു പിടിക്കാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇത്തരം ആൾക്കാരോട് പറയേണ്ടത്, നിങ്ങൾ ജോലി കയറുമ്പം നിങ്ങൾക്കത് മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ മാത്രം കയറുക. അല്ലെങ്കിൽ നിങ്ങളും ബുദ്ധിമുട്ടും അവരും ബുദ്ധിമുട്ടും. ഇപ്പോൾ ഇവർ പെട്ടെന്ന് ക്യാൻസലാക്കി കൊടുത്തു, പക്ഷേ പലരും പെട്ടെന്ന് ക്യാൻസലാക്കി കൊടുക്കില്ല, കൂടുതൽ പ്രയാസങ്ങളിലേക്ക് പോകും. പലരും പ്രയാസത്തിലേക്ക് പോകുന്നൊരു കാരണം അതാണ്. അതുകൊണ്ട് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോലിക്ക് മാത്രം കയറുക, അല്ലെങ്കിൽ കയറിയ ജോലിനെ ഇഷ്ടപ്പെടുത്താനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വളരുക. ഈ 2 ഓപ്ഷൻ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം മുതലാളിമാർ എന്ന് പറയുന്നതല്ലാതെ പല മുതലാളിമാരും വളരെ പ്രയാസത്തിലാണ്. നമുക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അറിയുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ മലയാളിയുടെ മറ്റൊരു മാനസികാവസ്ഥയും കൂടെ പറയാം. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയോട് ഇനി എന്ത് ഗുണം ചെയ്താലും ഒരു തരം അതൃപ്തിയായിരിക്കും. പേഴ്സണലായിട്ട് വിളിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അയാളെ കുറിച്ചുള്ള എല്ലാ കുറ്റവും കുറവും പറയും. ഇത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമായിട്ട് പല ആൾക്കാരൊന്നും കണ്ടതാണ്. അപ്പോൾ പറയാനുള്ളത്, ജോലി കയറുമ്പോൾ അവരുടെയും കൂടെ പ്രയാസങ്ങൾ നമുക്ക് മാത്രമല്ല പ്രയാസമുള്ളത്, ഈ ജോലി കയറുന്നാൾക്ക് മാത്രമല്ല പ്രയാസമുള്ളത്, ജോലി തരുന്നാൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാണുമ്പോൾ വലിയ കാറും സൗകര്യങ്ങളും ഫ്ലാറ്റും ഫാമിലിയൊക്കെ ഉണ്ടാവുമായിരിക്കും. എങ്കിലും 2 അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ പെടുന്ന പാട് പലപ്പോഴും പലരും കാണാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ കരിയറിനെ വികസിപ്പിക്കേണ്ടെന്നോ നല്ല ജോലി നോക്കണ്ട, ഇതൊന്നും അല്ലാടാ. മറിച്ച് 2 വർഷം എന്നുള്ള കാലാവധി അത് പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അതല്ലെങ്കിൽ വളരെ മാന്യമായിട്ട് അവർക്ക് ഇപ്പോൾ 1 വർഷം നമ്മളവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 1 വർഷത്തിൻ്റെ തുക തിരിച്ചു തരാൻ നോക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മര്യാദയുള്ള കേസാണ്. അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ. കാരണം നമ്മൾ പൊതുവെ അവരെ മുതലാളിമാരെന്ന് വിളിക്കുകയെന്നുണ്ടെങ്കിലും അവർ മുതലാളിമാരല്ല. അവർ നമ്മളെപ്പോലെ ഒരു ജോലിക്കാരായിട്ട് അവിടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം.
അല്ലെങ്കിൽ മാനേജർമാരാണെങ്കിലും അവർക്ക് അവരുടേതായ പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ആ ഒരു ഭാവി നശിപ്പിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് രണ്ടു പേർക്കും ഒത്തുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രശ്നപരിഹാരത്തിന് ആയിരിക്കണം ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതേ പറയാനുള്ളൂ. അസ്സലാം.